എന്താണ് നമുക്ക് സ്കൂളിൽ പോകാനൊന്നും ഇന്നത്തെ കാലത്ത് നമുക്ക് സ്കൂളിൽ പോകാൻ താല്പര്യമാണ്. പക്ഷേ കുട്ടികളായിരിക്കുമ്പോൾ നമുക്ക് സ്കൂളിൽ പോകാനൊന്നും താല്പര്യം ഉണ്ടാവില്ല അല്ലേ. ഞാൻ പണ്ട് പഠിക്കുന്ന സമയത്ത് എൻ്റെ സ്വദേശം എന്ന് പറഞ്ഞാൽ പള്ളിപ്പുറമാണ്. പള്ളിപ്പുറം എന്ന് പറയുമ്പോൾ കടപ്പുറം ഏരിയ, ചെറായി ബീച്ചൊക്കെ ഇന്നൊക്കെ വികസനം വന്ന് അവിടെയൊക്കെ റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പണ്ട് ഞാനൊക്കെ താമസിച്ചിരുന്ന സമയത്ത് റോഡൊന്നുമില്ല, വളരെ കുണ്ടും കുഴിയായിട്ടുള്ള സ്ഥലം. അവിടെ നിന്ന് ഒരുപാട് നടന്ന് വേണം ഞങ്ങൾക്ക് സെൻറ്റ് മേരീസ് പള്ളിപ്പുറം എന്ന് പറയുന്ന സ്കൂളിലേക്ക് എത്താനായിട്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി കൂട്ടം കൂടിയാണ് ഒരു 8:30 വരെ ഞങ്ങളവിടെ വഴിയിലേക്ക് കുറേ ആൾക്കാർ ഞങ്ങൾ കാത്തു കണ്ട് എല്ലാവരും ഒരുമിച്ചാണ് ഞങ്ങൾ സ്കൂളിലേക്ക് പോവുക. അപ്പോൾ അത്തരത്തിൽ ഞങ്ങൾ പോകുമ്പോൾ എനിക്ക് സ്കൂളിൽ പോകാനായിട്ട് യാതൊരു താല്പര്യമില്ല, ഒരു എയിമില്ല. ശരിക്കും പഠിക്കാനായിട്ട് നമ്മൾ വളരെ പിന്നോക്കമാണ്. പഠിക്കാനായിട്ട് പിന്നോക്കം ആയതുകൊണ്ട് തന്നെ ടീച്ചർമാർക്ക് നമ്മൾ ഇഷ്ടമല്ല, നമ്മളൊക്കെ ബാക്ക് ബെഞ്ചേഴ്സാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് താല്പര്യമില്ല. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം വരാനായിട്ട് നമ്മളതിൻ്റെ അകത്തൊരു പെൺകുട്ടിയെ ലവ് ചെയ്യാൻ തുടങ്ങി അല്ലേ. അപ്പോൾ അന്നൊക്കെ പറയും ലൈൻ ഇടുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ. അപ്പോൾ ഞാൻ അന്നൊക്കെ ചെയ്തതുപോലെ തന്നെ ആ പെൺകുട്ടിയെ വീട്ടിൽ കൊണ്ടേയാക്കും അല്ലേ. പുറകെ ആ പെൺകുട്ടിയുടെ പുറകെ പോവും, ആ പെൺകുട്ടീനെ വീട്ടിൽ കൊണ്ടാക്കി തിരിച്ചു പോരും. പിറ്റേ ദിവസം ആ പെൺകുട്ടി വരുന്നുണ്ടോ സ്കൂളിൽ വരണുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് പിന്നെയും സ്കൂളിൽ പോകും. അപ്പോൾ അന്ന് ആ പെൺകുട്ടിയെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്കൂളിൽ പോകണം, പഠിക്കാൻ വേണ്ടിയിട്ടല്ല. പക്ഷേ അതൊരു എയിമായിരുന്നു. വീട്ടിൽ പഠിക്കാണ്ടിരുന്നാൽ തല്ലുള്ളൂ അല്ലേ, സ്കൂളിൽ പോകേണ്ടിരുന്നാൽ അപ്പച്ചൻ തല്ലും. അപ്പോൾ അതുകൊണ്ട് പഠിക്കാൻ പോകാനായിട്ടുള്ള എൻ്റെ ഒരു ഡ്രീമായിരുന്നു ആ പെൺകുട്ടിയുടെ പുറകെ പോകുക എന്നുള്ളത്. പക്ഷേ ഒരിക്കൽ പോലും 10ാം ക്ലാസ് കഴിയണവരെ ഒരിക്കൽ പോലും ആ പെൺകുട്ടിയുടെ മുഖത്ത് നോക്കിയിട്ട് ഐ ലവ് യു എന്നോ അല്ലെങ്കിൽ ഇഷ്ടമാണെന്നോ ഒരിക്കൽ പോലും ഞാൻ പറഞ്ഞിട്ടില്ല.